അപ്പോൾ തന്നെ വളരെ കർത്താവിൽ ആദരിക്കുന്ന, കർത്താവിൽ ബഹുമാനിക്കുന്ന കർത്താവിൻ ദാസൻ പാസ്റ്റർ M.K. വർഗീസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, ആ കുടുംബത്തോട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ആ ദേവദാസനോട് വളരെ സ്നേഹമാണ്. കാരണം ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അദ്ദേഹത്തെ അല്ല, അദ്ദേഹത്തിൻ്റെ ബ്രദറിനെയാണ്. തൻ്റെ ബ്രദർ തൻ്റെ മാതൃസഭയിൽ ഒരിക്കൽ കടന്നു ചെന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. ആ ശുശ്രൂഷയിൽ തൻ്റെ സഹോദരൻ വളരെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വിഷയത്തിന് മറുപടി ലഭിച്ചു. പരിശുദ്ധാത്മാവിനാൽ തന്നെ നിറയുവാനിടയായി. അന്ന് തന്നെക്കുറിച്ച് ഞാൻ കേട്ടു. 1991 മെയ് മാസം 2-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ ദേവദാസനെ ഞാൻ കാണുന്നത്. ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അന്നായിരുന്നു എൻ്റെ വിവാഹം. എൻ്റെ വൈഫിൻ്റെ ചർച്ചിലെ പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അന്ന് കഥാദാസൻ പ്രൈസ് വളരെ ചെറിയ കുട്ടിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കഥാദാസൻ മണക്കലായി പഠിക്കുവാനായി കടന്നു വന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഇന്ന് ഇങ്ങനെ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ രാജ്യത്ത് ദൈവം ഇടയാക്കി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഥാദാസൻ പാസ്റ്റർ വർഗീസിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാതിരിക്കുന്നത് അനീതിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ അറിയാത്തതായിരിക്കാം. സ്തോത്രം. ഒരുപക്ഷെ പ്രൈസ് പറഞ്ഞിട്ടുണ്ടാവില്ല, പാസ്റ്ററും പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ദാസന്റെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷ ആ കാലഘട്ടങ്ങളിൽ എറണാകുളം മേഖലകളിൽ ചെയ്തുകൊണ്ടിരുന്നത് പരസ്യയോഗങ്ങളാണ്. പല സ്ഥലങ്ങളിൽ വിശ്വാസികളില്ലാത്ത ഇടങ്ങളിൽ കടന്നുപോയി പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുകയും ഒരുപാട് സുവിശേഷ വിരോധികളുടെ അടിവാങ്ങാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടങ്ങളിലൊക്കെ വേലകൾ, സഭകൾ സ്ഥാപിക്കുവാനും അനേകരെ കർത്താവിലേക്ക് നയിക്കുവാനും ആ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസന് ദൈവം കൃപ നൽകി. കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഒട്ടനവധി കഷ്ടം സഹിച്ച ഒരു ദൈവദാസനാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ M.K. വർഗീസ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് പാലക്കാട് മേഖലയിലൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് സഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വൈഫ് തന്നെ കുറിച്ച് വളരെയധികം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തിന്റെ നാമത്തിലുള്ള പ്രത്യേക വന്ദനം കർത്താവിന്റെ ദാസനെ കുടുംബത്തെയും അറിയിക്കുന്നു. Praise the Lord. God bless you all. I greet you all in the precious name of our Lord and Savior Jesus Christ. I'm in dilemma because in which language I have to talk. If I stick on to Malayalam, people from our local community or the native community may not understand it. But if I completely stick on to English, some of people, those who are here, may not be able to completely grasp it. And another problem is that since I have prepared the message in Malayalam, I may not be able to completely use English to deliver that particular thing. Anyway, let us pray to the Lord that the Lord may speak to us and we may be informed. See, these things you have to receive, not to your brain, as our dear servant of God has said just before me. We have to receive it into our spirit. Praise the Lord. Hallelujah. Because what comes to our brain will puff us up, but what comes to our spirit will transform us. Hallelujah. അത് മലയാളത്തിൽ പറയുന്ന അറിവ് ചീർപ്പിക്കുന്നു. Praise the Lord. ആത്മാവ് ജീവിപ്പിക്കുകയാണ്. Praise the Lord. അറിവ് ചീർപ്പിക്കുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുകയാണ്. Praise the Lord. അല്ല, അതുകൊണ്ട് ജീവിപ്പിക്കുന്ന ആത്മാവിനായി വളരെ വളരെ ശ്രദ്ധയോടെ ഞാനൊരു അധ്യാപകനായി കഴിഞ്ഞ 23 വർഷം കൊണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ 100% ശ്രദ്ധ ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയില്ല. പ്രൈസിലൊക്കെ അറിയാം. പ്രൈസലോ എവിടെയെങ്കിലും ഒന്ന് അനങ്ങിയാൽ അപ്പോ അവിടെ എൻ്റെ കണ്ണുകൾ എത്താറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് I need your attention completely, just for maybe 1 hour. Hallelujah. Are you okay? Yes. Ready? And listen with an open heart. തുറന്ന ഹൃദയത്തോടെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരുപക്ഷെ സ്നാനപ്പെട്ടവരായിരിക്കാം, സ്നാനപ്പെടാത്തവരായിരിക്കാം, ഇന്ന് സ്നാനപ്പെടാൻ പോകുന്നവരുണ്ട്. Whatever it may be, സ്നാനപ്പെട്ടവരും
പെടാത്തവരും പെടാൻ പോകുന്നവരും ഒരുപോലെ തുറന്ന ഹൃദയത്തോടെ കേൾക്കണം. I will be telling something different. സാധാരണ സ്നാനത്തിന് പറയുന്ന കാര്യങ്ങൾ എല്ലാം ഇതിനകത്തുണ്ടെങ്കിലും അതിന് ഞാൻ പ്രസന്റ് ചെയ്യുന്ന അല്പം വ്യത്യസ്തമായിട്ടായിരിക്കും. So you will be getting something new, I hope. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Let us read Mark chapter 16 verse 15 and 16. Mark 16, 15 and 16. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യങ്ങൾ. പിന്നെയും അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. പ്രാർത്ഥനയോടെ. യെസ് യെസ്. Good news to all creation. Whoever believes and is baptized will be saved, but whoever does not believe will be condemned. Praise the Lord. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. First of all, I will be bringing some background of the baptism. സ്നാനം എന്ന് പറയുന്നത് പെന്തിക്കോസുകാരുടെ ഒരു കണ്ടുപിടുത്തമല്ല. Praise the Lord. Hallelujah. ഇത് പെന്തിക്കോസിൽ ചേരാനുള്ള ഒരു നടപടിക്രമവുമല്ല. മറിച്ച് വർഷങ്ങൾക്ക്, കാലങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സ്നാനം എന്ന ഏർപ്പാട് ഉണ്ടായിരുന്നു. We know in our Indian culture, the pujaris, before they start their pujas, they go and what? They go and get baptized by themselves. There is nobody else, no assistance is there. And they come with their wet cloth and do the puja. So സ്നാനം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായി നിൽക്കുന്നു. ഇന്നും അന്നും അങ്ങനെ തന്നെയാണ്. ഇത് പ്രത്യേകമായി ഒരു മതത്തിന്റെ മാത്രം ചടങ്ങായിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. എന്നാൽ അവരുടെ സ്നാനവും നമ്മൾ നടത്തുന്ന സ്നാനവും തമ്മിൽ അതിന്റെ അർത്ഥത്തിൽ, ആശയത്തിൽ വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഹിന്ദു മതത്തിൽ ഹിന്ദുക്കളായ ആളുകൾ, പൂജാരികൾ, അത് മാത്രമല്ല, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് തീ കൊടുക്കുന്നതിന് മുമ്പ് ചിതയ്ക്ക് തീ കൊടുക്കുന്നയാള് പോയി കുളിച്ചിട്ട് വന്നാണ് അത് ചെയ്യുന്നത്. അപ്പൊ സ്നാനം എല്ലാ മതത്തിലും ഉണ്ട്. അത് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ യഹൂദ മതവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുമ്പോൾ there was a particular kind of baptism called proselyte baptism. Proselyte baptism means when a person, a Gentile person, want to join Jewish religion, first they will teach the word of God to them. And once they believe it, they will circumcise him. 7 days after the circumcision, this person will be baptized. And only after baptism, this man will be accepted as a Jew. Again, as a complete Jew. വചനം പഠിപ്പിച്ച ശേഷം, വചനം വിശ്വസിച്ച് പരിച്ഛേദന ഏറ്റിട്ട് 7 ദിവസം കഴിയുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഒരുവൻ യഹൂദനാകുന്നത്. ജാതിയിൽ നിന്ന് ഒരുവന് ചുമ്മാ യഹൂദനാകാൻ പറ്റുകയല്ല. എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണമെന്ന് പറഞ്ഞാൽ അവർ ചേർക്കത്തില്ല. അവർക്ക് ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വന്ന് വെച്ച് ആൾക്കാരെ ഓടിച്ചിട്ട് പിടിച്ച് വെള്ളത്തിൽ മുക്കി യഹൂദനാക്കുന്ന പരിപാടി യഹൂദന്മാർക്കില്ലായിരുന്നു, നമുക്കുമില്ല. പല ആളുകൾക്കും ഭയമാണ് നമ്മുടെ യോഗങ്ങൾക്ക് വരാൻ. വന്ന ഉടനെ ഇവിടെ പിടിച്ച് വെള്ളത്തിൽ മുക്കി വിടുമെന്നാണ് ആൾക്കാരുടെ പേടി. ഈവൻ ആളുകൾ ആവശ്യപ്പെട്ടാൽ പോലും ഞങ്ങളത് ചെയ്യത്തില്ല. ഞങ്ങൾക്ക് ബോധ്യം വരണം നിങ്ങൾക്ക് വിശ്വാസം വന്നെന്ന്. ആ ബോധ്യം വരാത്തോളം കാലം
you are in the safer ground. Praise the Lord. There is nothing wrong in attending our worship. We will not baptize you, even though you ask us, even though you compel us to baptize you, unless and until the pastor is convinced that you believe really in Jesus and your life is got transformed. When the church and the pastor is convinced of that, then only we will baptize you. Even though you are a member from your birth. Pastor said, he repeatedly asked his daughter, are you ready? Is this the time? She insisted. My son, younger son, got baptized at the age of 11 or 12. So he asked me, Papa, I want to get baptized. I said, no, you are so small. Again he told me, no, I want to get baptized. I said, no. Then he said, if I die tomorrow, you will be responsible. And I said, sorry, I can. Unless and until you are convinced in such a way, we cannot baptize anybody. So baptism, യോഹന്നാന്റെ കാലഘട്ടം നോക്കി, യഹൂദന്മാര് പഴയ കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ സ്നാനം എന്ന് പറയുന്ന പരിപാടി യഹൂദന്മാരുടെ ഇടയിൽ നിലവിലിരുന്നു. ഇന്നും അവരുടെ ഇടയിലുണ്ട്. ഇന്ന് ലോകത്തിലുള്ള പല മതങ്ങളിലും ഈ സ്നാനം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അതെല്ലാം ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടോ ഒരു മതവുമായി ബന്ധപ്പെട്ടോ അതിനോട് ചേരുന്നതുമായി ബന്ധപ്പെട്ടോ ആണ്. എന്നാൽ ക്രിസ്ത്യൻ ബാപ്റ്റിസം ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അതിന്റെ കൺസെപ്റ്റ് വേറെയാണ്, അതിന്റെ മീനിങ് വേറെയാണ്, എല്ലാം വേറെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. So we know that John the Baptist, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ സ്നാപക യോഹന്നാനാണ്. പുള്ളി ജനിച്ചതേ മുക്കാനാണോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹം സ്നാനപ്പെടുത്തിയത് ആദ്യം അമ്മയുടെ വയറ്റിൽ കിടന്ന് പുള്ളി സ്നാനപ്പെട്ടു. സ്തോത്രം പറഞ്ഞില്ല. നിങ്ങളൊരു വിഷയമായിരിക്കാതെ എങ്ങനെയായിരുന്നു സ്തോത്രം. കർത്താവിന്റെ ദാസൻ ആമോസ് even he said both of them were in the womb. This John was almost 6 months inside the womb, and Jesus maybe 3 months or maybe weeks, only 1 or 2 or 3 weeks old. So 3 weeks old Jesus is in the womb of Mary, and 6-month-old John is in the womb of the old woman Elizabeth. Mary came to greet Elizabeth and congratulate her because she got the answer of age-old prayer. Praise the Lord. While she was thanking God and greeting Elizabeth, the Spirit of God not only touched the mother but touched John, who is inside the womb. He was baptized with the Spirit by Jesus. That's what I believe. By Jesus. And that is why ഇതിനു മുമ്പ് ഇവർ തമ്മിൽ അതിനുശേഷം സ്നാനക്കടവിൽ വരുമ്പോൾ യോഹന്നാനും യേശുവും തമ്മിൽ മുൻപരിചയമില്ല. പക്ഷേ ഇവര് തമ്മിൽ ആത്മാവിൽ പരിചയമുണ്ട്. അതുകൊണ്ടാണ് യേശു നടന്നു പോയപ്പോ യോഹന്നാൻ പറഞ്ഞത്, അതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. Praise the Lord. Hallelujah. എന്നിട്ടാണ് യേശു എല്ലാവരും പാപികളും ആ ചുങ്കക്കാരും ഒക്കെ സ്നാനപ്പെടുമ്പോ യേശു വന്ന് നിൽക്കുകയാണ്. പാപമില്ലാത്തവൻ, പാപത്തിൽ ജനിക്കാത്തവനായ യേശു വന്നിട്ട് സ്നാനപ്പെടണമെന്ന് പറയുമ്പോ യോഹന്നാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്നു. He said, no, you need to baptize me. Because John said, there is someone who is coming behind me. I am not worthy to even untie his shoes. Praise the Lord. He is the one who is going to baptize you in fire and in the Spirit.
ഇത് പറഞ്ഞ യോഹന്നാൻ യേശുവിനെ കണ്ടു. സ്നാനപ്പെടാൻ വന്നിരിക്കുക. അദ്ദേഹം പറഞ്ഞു, സോറി, യു ഹാവ് ടു ബാപ്റ്റൈസ് മീ. യേശു എന്തിനാ സ്നാനപ്പെട്ടെ? യോഹന്നാന്റെ ബാപ്റ്റിസം എന്ന് പറയുന്നത്, the baptism of John was a purification, an act of purification from the moral and cultural impurity. ധാർമ്മികവും സാംസ്കാരികവുമായ മലിനതകളിൽ നിന്നുള്ള ഒരു ശുദ്ധീകരണത്തിനു വേണ്ടിയാണ് യോഹന്നാൻ ആളുകളെ സ്നാനപ്പെടുത്തിയത്. അദ്ദേഹം പറയുന്നു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. എന്താ ഈ മാനസാന്തരം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പന്റൻസ്. Repent. John was continuously telling people, repent, 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 repent and repent. What does it mean? അദ്ദേഹം പറഞ്ഞു, the kingdom of God is at hand, so you repent. What does it mean? Hey, kingdom of God is at hand. Repent there means change the way you think. So repentance means change in the way of thinking. ഇന്ന് ചിലര് റിപ്പന്റ് ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം. Praise the Lord. ചിലരുടെയെങ്കിലും ചിന്താഗതികൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. Hallelujah. Since the kingdom of God is at hand, God wants you to change the way you think. കർത്താവിന്റെ വരവ് സമീപമായി കൊണ്ടിരിക്കുകയാണ്. ഏതു സമയത്തും യേശുവിന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കാം. ഇനി കാലം അധികമില്ല, ഇനി കാലം അധികമില്ല. ഇനി ഒരു നൂറ്റാണ്ടുകൂടി ഈ ലോകത്ത് ജീവിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല. യേശു താമസമില്ല, മധ്യാകാശത്തിൽ വരും. അവന്റെ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. അതിനു മുമ്പേ കർത്താവിന്റെ വചനം അനുസരിക്കുവാൻ മനസ്സ് കാണിക്കുന്നവർ അവൻ ഭാഗ്യവാന്മാരാണ്. ഞാനവിടെ നിൽക്കുന്നില്ല. എന്തിനാ യേശു സ്നാനപ്പെട്ടെ? He had no cultural impurity. He had no moral impurity, and there was no sin in him. Then why Jesus baptized? He said it. ദൈവത്തിന്റെ പുത്രനായ ഞാൻ ഒരു മനുഷ്യന്റെ കൈ കീഴ് താണുകൊടുക്ക് മനസ്സ് കാണിച്ചെങ്കിൽ നിങ്ങളും ഇത് ചെയ്യണം എന്നതാണ് അതിന്റെ ദൂത്. കർത്താവിനൊരു ശുദ്ധീകരണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവ് കാണിച്ചത് ഒരു മാതൃകയായിരുന്നു. It was a model. Praise the Lord. അത്രയും പറഞ്ഞ് ഞാൻ ഭാഗം വിടുകയാണ്. I have divided this particular class. I'm taking a class into 4 aspects. Number 1, the need of baptism. Number 2, the meaning of baptism. Number 3, who should be baptized? And number 4, what are the benefits of a person who got baptized? ഇതെല്ലാം കൂടെ പറയാൻ മിനിമം 2 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് പിഴിഞ്ഞ് ഇതിന്റെ സത്ത് മാത്രം പറയാൻ പോകാം. ഓൾറെഡി ഇതിന്റെ ഏറ്റവും ക്രീം എടുത്തിട്ട് ഞാൻ ഈ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട്. Praise the Lord. അവർക്കത് കിട്ടി. സോ അതുകൊണ്ട് ഞാൻ ഇനി അതിന്റെ ഒരു ഇച്ചൂടെ വിശദാംശം അവരോട് പറഞ്ഞതും പറയാത്തതും എല്ലാം കൂടെ ചേർത്തൊരു ഒരു പരുവത്തിന് നിങ്ങളെ ഇതങ്ങ് പിടിപ്പിക്കാനാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ നല്ലോണം പ്രാർത്ഥിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ആവശ്യമില്ലാത്തതൊന്നും ഈ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അപ്പൊ ആവശ്യമുള്ളത് മാത്രം വന്നോളും. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, റെഡി? ഇത്രയും നേരം ഞാൻ പറഞ്ഞ എന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇനി നമ്മള് സ്നാനം എന്താണെന്ന് പറഞ്ഞ് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Though it is the second point in my note, I have a prepared note with me. ഞാൻ സാധാരണ അങ്ങനെയാണ് പ്രസംഗിക്കാറുള്ളത്. സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് why baptism, what is the need of baptism എന്ന് പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്. പക്ഷെ ഞാൻ അതല്ല ആദ്യം പറയാൻ പോകുന്നത്. why or what is baptism? സ്നാനം എന്ന് പറഞ്ഞാൽ എന്നതാ. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതും അത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ആദ്യമേ ഞാൻ പറഞ്ഞു, when we read Matthew chapter 3 verse 13 to 16, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നു കർത്താവ് കാണിച്ച മാതൃകയാണ് സ്നാനം. It is a model which the Lord has shown us. Number 2, and Luke chapter 7 verse 29 and 30. That is a very important passage. Luke 7:29 and 30. What is baptism?
ഒരു കൂട്ടം ആളുകൾ സ്നാനപ്പെട്ടതിനെ കുറിച്ചാണ് പറഞ്ഞത്. യോഹന്നാൻ മാനസാന്തരം പ്രസംഗിച്ചു, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു. ഈ പ്രസംഗം കേട്ടും ഹൃദയത്തിൽ കുത്തുകൊണ്ട് ജീവിതത്തിന് അവനൊരു റീതിങ്കിങ് ഉണ്ടായി. Those who have changed their way of thinking came near to him and got baptized. But there were so many others, even though they understood what is it, even though they have realized the need of it, they did not got baptized. അവര് സ്നാനപ്പെട്ടില്ല. അത് സ്നാനപ്പെടാത്ത ആളുകളെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. അവർ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞു. സ്തോത്രം. അത് ഇംഗ്ലീഷിൽ ഒന്ന് നോക്കിയ വാക്യം എങ്ങനെയാണെന്ന്? In the law rejected God's purpose for them. These people were not ordinary people. The Pharisees and experts of the law. Pharisees and the experts. They were experts of the law. അവർക്ക് ദൈവവചനം നന്നായിട്ട് അറിയാം, നന്നായി ദൈവം വായിക്കുന്നവരാണ്, മനസ്സിലാക്കിയവരാണ്. ഇങ്ങനെ മനസ്സിലാക്കിയ ആളുകൾ വചനം അറിയാഞ്ഞിട്ടല്ല, വചനം വായിക്കാഞ്ഞിട്ടല്ല, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാഞ്ഞിട്ടല്ല. They were experts, but still what they did? Because they had a position in the society, they thought that if I get baptized as these tax collectors and the sinners, what people will think? So they were not ready to. They thought that it was not good for their prestige. അവരുടെ അഭിമാനത്തിന് നിരക്കുന്ന ഒരു കാര്യമായിട്ട് അവരതിനെ കണ്ടില്ല. അതുകൊണ്ട് നാണക്കേട് പോലെ തോന്നിയത് കൊണ്ട് അവർ സ്നാനപ്പെടാതിരുന്നു. അവർ സ്നാനപ്പെടാതിരുന്നതിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുകയാണ്. But the Pharisees and experts in the law rejected God's purpose for themselves. Rejected God's purpose. വേറൊരു പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത് rejected God's counsel. God's counsel. ദൈവത്തിന്റെ ബുദ്ധിയുപദേശം. കൗൺസിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുപദേശമാണ്. ഈ ആളുകൾ, so baptism is not something to join a church, but baptism is God's counsel. ദൈവം നിനക്ക് തരുന്ന ബുദ്ധിയുപദേശമാ. എന്തിന്? ദൈവരാജ്യത്തിൽ കടക്കാനുള്ള വഴിയാകും ഇത്. ആമേൻ. ഇത് ചെയ്തില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിന് പുറത്താണ്. Praise the Lord. Hallelujah. അപ്പൊ ദൈവസന്നിധിയിൽ ഈ ഒരു ഇതൊക്കെ എന്തുവാ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ദൈവത്തിന്റെ ബുദ്ധിയുപദേശമാണ്. എന്തിന്? അവൻ യേശുവിനെ കണ്ടവർ, അവൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയവർ, ചിന്താഗതിക്ക് മാറ്റം വന്നവൻ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്തു ചെയ്യണം? സ്നാനപ്പെട്ടേ മതിയാകുള്ളൂ. ഈ പരീക്ഷന്മാർക്ക് സംഗതി മനസ്സിലായി. പക്ഷെ അവരെന്ത് ചെയ്തു? അവരുടെ ഒരു പ്രസ്റ്റീജ് വെച്ചിട്ട് ദൈവത്തിന്റെ ബുദ്ധിയുപദേശത്തെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് they could not enjoy the blessings of the kingdom of God. Praise the Lord. If you want to really enjoy the blessings of the kingdom of God, you have to accept, receive and obey the counsel of God. Now, as we read in Mark chapter 16, that we will again read in Matthew 28, 18 to 20, when we read that is the last commandment which Jesus gave to the disciples. യേശു അടുത്ത് ചെന്നു. വായിക്കുന്നത്, യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം
അവരെ ഉപദേശിച്ചും കൊണ്ട് സകല സൃഷ്ടികളെയും ശിഷ്യരാക്കിക്കൊള്ളും. അവിടെ ട്രാൻസ്ലേഷനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ go teach the word and make them disciples and then baptize them. എല്ലാരെയും സ്നാനപ്പെടുത്താൻ പറ്റില്ല. ആരെയാ സ്നാനപ്പെടുത്തുന്നത്? You have to teach the word, and those who accept that teaching and those who get ready to be a disciple, a follower. Disciple is something different to that of a follower. Anybody can be a follower, but there will be a few to be a disciple. എനിക്കത് വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. So those who have opted to be the disciple of Jesus, so being a disciple എന്ന് പറഞ്ഞാൽ it's a costly affair. It's a very costly affair. It's not a simple thing. It's a costly affair. അന്നത്തെ കാലഘട്ടത്തിൽ, യേശുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ യേശുവിന്റെ ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ അന്നത്തെ അവന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താകുക എന്നാണ് അതിന്റെ അർത്ഥം. Such when a person says that I am a disciple of Jesus, he will be automatically expelled from his family. So after hearing the gospel, receiving it, opting to be a disciple of Jesus, that means he may be automatically expelled from his family. He has to undergo so many hardships, difficulties, pains and turmoils. Sometimes they may be even put to death. സ്നാനപ്പെട്ടത് കൊണ്ട് ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് വരാം, ഭാര്യ കൂട്ടത്തിൽ നിന്ന് പോയെന്ന് വരാം, ഭർത്താവ് ഇട്ടിട്ട് പോയെന്ന് വരാം, അപ്പന്റെ അമ്മയുടെ കുടുംബ സ്വത്ത് കിട്ടിയില്ലെന്ന് വരാം. ഇതൊക്കെ തയ്യാറാണല്ലേ സ്നാനപ്പെടാവും? ഇല്ല, പെടരുത്. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. അപ്പൊ അങ്ങനെയുള്ളവരെ, അതിന് തയ്യാറുള്ളവരെ താന പോയാലും വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യും? കാണപ്പെടും. എനിക്ക് അത്രയ്ക്ക് യേശുവിനോട് സ്നേഹ. ഇത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ സ്നാനപ്പെടുത്താം, ഇല്ലെങ്കിൽ സോറി, വി കനോട്ട്. അങ്ങനെ ചെയ്താൽ തമ്പുരാനോട് ഉത്തരം പറയണം. ചാകാത്ത ഒരുത്തനെ കുഴിയെടുത്ത് കുഴിച്ചിരുന്ന പോലെയാ യേശുവിന് വേണ്ടി ചാകാൻ തയ്യാറാകാത്ത ഒരുത്തനെ കൊണ്ടൊന്ന് വെള്ളത്തിൽ മുക്കിയാൽ. Praise the Lord. Praise the Lord. Hallelujah. അത്രയും ഭയങ്കര കുറ്റം ചെയ്യാൻ ഞങ്ങൾ ഉപദേശിമാര് തയ്യാറാകത്തില്ല. നിങ്ങളാരും പേടിക്കണ്ട. Praise the Lord. Amen. Hallelujah. Come on. സ്തോത്രം. അടുത്തത് 1 പത്രോസ് 3:21. 1 Peter 3:21. 1 Peter 3:21. Come on, please, quick. ഏത് അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. നോഹയുടെ പെട്ടകം. നോഹയുടെ കാലത്ത് വലിയപ്പൻ ഭയങ്കര പ്രസംഗം. എന്താ പ്രസംഗിച്ചേ? മഴ പെയ്യാൻ പോകുന്നു. അന്ന് മഴയുണ്ടായിരുന്നോ? നോഹയെ ഒരു കാര്യം ചോദിക്കട്ടെ, മഴ എങ്ങനെ ഇരിക്കും? അതൊന്നും എനിക്കറിയത്തില്ല. ദൈവം എന്നോട് പറഞ്ഞു മഴ പെയ്യും. സ്തോത്രം. ഇയാൾക്കറിയാൻ വയ്യാത്തൊരു കാര്യം ഏതെന്തിനാ പറയുന്നേ? അതെനിക്കറിയത്തില്ല. ദൈവം എന്നോട് പറഞ്ഞു മഴ പെയ്യും, രക്ഷപ്പെടാൻ പെട്ടകം പണിയണം. ഞാൻ പണിയ, നിനക്കും വേണേ വന്ന് കയറാം. നിനക്കൂടെ കയറാൻ പറ്റുന്ന ഒരു പെട്ടകമാണ് ഞാൻ പണിയുന്നേ. പണിസോ മരം വെട്ടി ആ വലിയ താടി കൊണ്ടങ്ങ് പണിയുക. സ്തോത്രം. 8 പേർക്കല്ല 8 ലക്ഷം പേർക്ക് കയറാവുന്ന ഭയങ്കര ഒരു പെട്ടകമാ പുള്ളി പണിഞ്ഞ്. പക്ഷെ പണിഞ്ഞ ആശാരി പോലും കയറിയില്ല. അല്പജനം എന്ന് വെച്ചാൽ 8 പേര്. എല്ലാരും ഒന്നും ഇതിനകത്ത് ഇറങ്ങിയല്ല. ആടിനെ കണ്ടിട്ടില്ലേ? ആടിനെ എവിടെ വലിച്ചാലും വരും. പക്ഷെ വെള്ളത്തിന്റെ അരികെ കൊണ്ടൊന്ന് വലിച്ചേ. നമ്മൾ ആടിനെ കൊണ്ട് പോകാമെങ്കിൽ മുള്ള ഓടത്തൊക്കെ ആട് നമ്മുടെ മുന്നിൽ പോകും. പക്ഷെ വെള്ളത്തിന്റെ അവിടോട്ടൊന്ന് വന്ന ആട് തന്നെ ഇങ്ങനൊരു നിപ്പങ്ങ് നിൽക്കും. അത്രയും നേരം മുന്നിൽ പോയ ആട് നേരെ പുറകോട്ട് വലിയും. എന്തൊരു പാടാന്നറിയാം. ഇതങ്ങനെ വലിച്ചിറക്കേണ്ട ഒരു പരിപാടിയല്ല.
അങ്ങനെ വലിച്ചിറക്കിയാവട്ട് ശരിയാവത്തില്ല. നോക്കിക്കേ, ഇവിടെ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചു. അപ്പോ വലിയ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്. ചരിത്രം വിശദീകരിക്കുന്നില്ല. ദൈവത്തിന്റെ ദാസനായ നോഹയുടെ പ്രസംഗം ഇതുപോലെയാ. കർത്താവ് വരുന്നു ഞങ്ങൾ ഉപദേശിക്കാൻ പ്രസംഗിക്കുമ്പോൾ ഇവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാന്ന് പറയും. വേറെ പണിയില്ലാഞ്ഞിട്ടോ പണി കിട്ടാഞ്ഞിട്ടോ അല്ല ഈ പണി എടുത്തത്. ഒരു പണിക്കും വിടാതെ തമ്പുരാൻ ഈ പണി ഏൽപ്പിച്ചത് കൊണ്ടാ. സ്വതന്ത്രം. വിദ്യാഭ്യാസമോ വിവരമോ ഇല്ലാഞ്ഞത് കൊണ്ടല്ല. ദൈവത്തിന്റെ സ്വതന്ത്രം. അക്ഷരം വായിക്കാൻ അറിയാമയ്യാതെ വേറെ പണി കിട്ടാഞ്ഞത് കൊണ്ട് ബൈബിൾ കോളേജിൽ പോയതല്ല. ദൈവത്തിന്റെ സ്വതന്ത്രം. ഹല്ലേലൂയ. ഇത് ഇഷ്ടമില്ലാഞ്ഞിട്ടും തമ്പുരാൻ പിടിച്ചേൽപ്പിച്ചത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കർത്താവ് വരുന്നു എന്ന് പ്രസംഗിക്കുമ്പോൾ ഞാനൊരിക്കലും ഒരു മനുഷ്യന്റെ അടുത്ത് നിന്ന് കർത്താവ് വരുന്നു പറഞ്ഞ പുള്ളി പറഞ്ഞത് പിള്ളേരെ പേടിപ്പിക്കാൻ നല്ലൊരു പരിപാടിയാന്ന്. എത്ര കൊല്ലം കൊണ്ട് പറയാ. 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് തൊട്ട് പറയാൻ തുടങ്ങിയത്, പത്രോസ് തൊട്ട് പറയാൻ തുടങ്ങി, ഇതുവരെ വന്നില്ലല്ലോ. പിള്ളേർക്കൊക്കെ ഒരു പേടി, അടക്കിയൊക്കെ ഒതുക്കിയൊക്കെ ഇരുത്താൻ, കുരുത്തക്കേട് കാണിക്കാൻ ഇരുത്താൻ പറ്റിയൊരു പരിപാടിയായത്. അങ്ങനൊന്നും കർത്താവ് വരികയില്ല. അങ്ങനെ നനച്ചിരിക്കാത്ത നാഴികയിൽ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ, ഗർഭിണിക്ക് പ്രസവവേദന എപ്പോഴാണ് വരുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഡോക്ടർക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ ഇത്ര മണിക്ക് വേദന വരും, ഒരുങ്ങിയിരുന്നോണമെന്ന്? പ്രസവിച്ച സഹോദരിമാര് പറ, പറ്റുമോ? ഇല്ല. അത് നനഞ്ഞപ്പോ വന്നോളൂ. സ്വത്രം പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ എന്റെ വൈഫ് ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ ഇളയ മകനെ പ്രസവിക്കാൻ പോകുന്നില്ല. അവർക്ക് ചെറിയ ചെറിയ വേദനയൊക്കെ ഉണ്ട്. അവള് പറഞ്ഞ് എനിക്കിത് ഇച്ചിരി പുട്ട് തിന്നണം എന്ന് പറഞ്ഞു. സ്വത്രം അമ്മ വലിയ കാര്യത്തിൽ പുട്ടുണ്ടാക്കി തിന്നുന്നതിന് മുമ്പ് ആശുപത്രി പോകേണ്ടി വന്നു. ഇവിടെ പുട്ടടിക്കാമെന്ന് കരുതിയിരിക്കുന്ന പലരും പുട്ടടിക്കുന്നതിന് മുമ്പേ തമ്പുരാൻ വരും. ദൈവത്തിന് സ്വതന്ത്രം. അതുകൊണ്ട് വചനം വിശ്വസിക്കണം. പുട്ടടിച്ചുകൊണ്ട് എന്നും ഇരിക്കാമെന്ന് കരുതരുത്. സ്വതന്ത്രം. കർത്താവ് വരാൻ സമയമായി. കർത്താവ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കേട്ടോ. വിശ്വസിക്കുന്നവരെയും വിശുദ്ധിയുള്ളവരെയും കർത്താവ് കൊണ്ടുപോകും. പിന്നെ ഇവിടെ കിടക്കുന്നവരുടെ അധോഗതിയാണ്. അതുകൊണ്ടൊന്ന് പറഞ്ഞേച്ച് ഒന്ന് പോയാലേ ശരിയാവത്തുള്ളതായിരിക്കും. അല്ലേ പാസ്റ്റേ? യേശു മടങ്ങി വന്നു കഴിഞ്ഞാൽ അന്തിക്രിസ്തുവിന്റെ ഭരണം ഇവിടെ ആരംഭിക്കും. എതിർ ക്രിസ്തുവിന്റെ ഭരണം. So the Antichrist will start ruling. You know what happens? You know what is the rule of Britain in connection with the land? ഇവിടെ നിങ്ങളൊരു വീട് വാങ്ങിച്ചു. ആ വീടിരിക്കുന്ന സ്ഥലം നിങ്ങളുടേതാണോ? ആണോ? ആണോ? അല്ല. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പണിയും ചെയ്യാൻ പറ്റുകയില്ല. The land belongs to the government. You own only your house. Okay? If government asks you to go out, you have to go out without questioning. Because the land is owned by the government. ഇപ്പൊ ഇങ്ങനെയാണ്. ആന്റി ക്രൈസ്റ്റിന്റെ ഭരണകാലത്ത് ലാൻഡ് മാത്രമല്ല, നമ്മുടെ പേഴ്സ് വരെ അവന്റെ ആവും. ഇവിടെ ബാങ്ക് ചെയ്തും നൈറ്റ് ഡ്യൂട്ടി ചെയ്തും കട്ടപ്പെട്ടും ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ 10 പൈസ ചെറുതെടുക്കാൻ ഒക്കത്തില്ല. എന്നാന്നറിയോ? ഇപ്പൊ നമ്മള് അങ്ങോട്ട് നിന്ന് കാർഡ് ഇട്ടേച്ച് നമ്മുടെ ഒരു കോഡുണ്ട്. കോഡടിക്കുമ്പോൾ പൈസ വരും. സ്വത്ര എമൗണ്ട് കൂടെ അടിച്ചു കൊടുത്താൽ മതി. പക്ഷെ അന്നേരം ഈ കാർഡ് അങ്ങോട്ട് ഇട്ടേച്ച് കോഡ് അടിക്കുന്നുണ്ടെ അത് സ്ക്രീനിൽ എഴുതി കാണിക്കും ഇൻവാലിഡ് നമ്പർ. സോറി, you have entered an invalid number. Your card is not valid. Then the screen will say, okay, you can go and get another number. You can get your card or chip will be implanted in you, and then with that you can purchase whatever you want. സ്വന്തം വീട്ടിൽ കിടന്ന് ചത്തിട്ട് ശാപം അതിനകത്ത് കിടത്തണേ. 666 പ്രാവശ്യം പറ്റത്തുള്ളൂ. നാട്ടില് റേഷൻ വാങ്ങിക്കണമെങ്കിൽ ആധാർ കാർഡ് വേണം. വോട്ട് ചെയ്യണേൽ ആധാർ കാർഡ് വേണം. പാസ്പോർട്ട് കിട്ടണേൽ ആധാർ കാർഡ് വേണം. അതൊരു ഒരു മുൻഗാമിയാണ്. ഇതിന്റെ പിൻഗാമി വരാനിരിക്കുക. നമുക്കെല്ലാം വരും, എല്ലാവർക്കും കിട്ടും. സൂക്ഷിച്ചിരുന്നോണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയോടും വേർപാടോടും ചൊവ്വേ നേരെ ജീവിച്ചില്ല 666 കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ തിന്നാനും കുടിക്കാനും പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം.
തലയെല്ലാം വലിയ ഗതികേടിലാകും. സ്വത്രം സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ റോഡേ കൂടെ നമുക്കറിയത്തില്ല. ഇവിടെ ഡാർട്ട്ഫോർഡ് ടണൽ അങ്ങോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ എന്തോ കൊടുക്കണം, കാശ് കൊടുക്കണം. അങ്ങനെ വഴിയെ ആന്റി ക്രൈസ്റ്റിന്റെ കാലത്ത് വഴിയെ നടന്നു പോണെങ്കിൽ എല്ലായിടത്തും സ്കാനർ വെച്ചേക്കുക. നെറ്റിക്കും കയ്യിലുമായിരിക്കും, എവിടെയെങ്കിലും ഒരിടത്ത് വേണം. നടന്നു പോകുമ്പോൾ നെറ്റിക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്കാൻ ആവും. ഞാൻ എന്റെ അതിനോട് ചോദിച്ചാൽ ഇവിടെ ടോൾ ബൂത്ത് ഇല്ലേ, അപ്പൊ ടോൾ ബൂത്ത് ഉണ്ടാകുന്നത് ഇപ്പൊ അങ്ങനൊന്നും അല്ല. അവർ സ്കാൻ ചെയ്തിട്ട് അങ്ങ് വലിച്ചോളൂന്നാ ബാങ്കിൽ നിന്ന്. ഇതൊക്കെ കണ്ട് പഠിച്ചോണം. സ്വത്രം ഇതെല്ലാം സൂചനയാ. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ അക്കളി തീക്കളി നോക്കിക്കോ. സൂചനയാണിത്, സൂചന മാത്രം. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ ആ കളി തീക്കളി സൂക്ഷിച്ചു. സൂക്ഷിച്ചോളൂ, ഇതിന്റെ ഗതികളിലോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോ ഈ 666 എന്ന് പറഞ്ഞൊരു സിസ്റ്റം നിലവിൽ വരുമ്പോൾ ജീവിതം ദുഷ്കരമാകും. ഭക്ഷണം വാങ്ങാൻ പറ്റുകയില്ല, വിൽക്കാൻ പറ്റുകയില്ല, ബാങ്കിലിട്ട കാശ് എടുക്കാൻ പറ്റുകയില്ല, കാശ് കൊടുത്ത് വാങ്ങിച്ച വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല, പണം കൊടുത്ത് വാങ്ങിച്ച വസ്ത്രം ഇടാൻ പറ്റുകയില്ല. നിങ്ങളിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകണമെന്ന്? അങ്ങനെ ആഗ്രഹമുള്ളവരൊന്ന് കൈയുയർത്തിക്കുക. എനിക്ക് നിങ്ങളോട് പിന്നീട് പ്രത്യേകമായിട്ടൊരു അപ്രീഷിയേഷൻ തരാനാണ്. ആഗ്രഹമുണ്ടോ? നിങ്ങൾ എത്ര പേരുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം? ആർക്കുമില്ല. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ എത്തണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ആരാണ് സ്ഥാനപ്പെടേണ്ടത്? Mark 16:15 and 16. To them, go into all the world and preach the good news to whole world and preach the good news to all creation. The good news to all creation. Whoever believes and is baptized, listen, whoever believes and get baptized will be saved. But whoever does not believe will be condemned or perished. Listen carefully. നിങ്ങൾ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്ത് വിശ്വസിക്കണം? ആരെ വിശ്വസിക്കണം? ആരെയും വിശ്വസിച്ചാൽ മതിയോ? എന്തെങ്കിലും വിശ്വസിച്ചാൽ മതിയോ? അവനവന്റെ വിശ്വാസം മതിയോ? എന്താ വിശ്വസിക്കണ്ടേ? Those who believe and get baptized will be saved. What should be believed? Before that, in 15th verse, Jesus said, go and preach the good news. Preach the gospel or good news. Will you please come to Luke chapter 2 verse 10? 2:10. What is the gospel? എന്താ സുവിശേഷം? ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. Praise the Lord. I am bringing you the good tidings of great joy which shall be to all people. What is it? Next one. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ For unto you is born this day in the city of David a Savior, which is Christ the Lord. What is good news? You are going to perish. You are about to perish. But to save you, there is a Savior. That is Christ the Lord. Hallelujah. Christ is the Savior of you. When people like us preach Jesus Christ is your Savior, you have to believe Him and accept Him as your Savior. And those who have accepted Jesus as their Savior has to be baptized. എല്ലാവരെയും സാധനപ്പെടുത്താൻ പറ്റില്ല. യേശു എന്റെ രക്ഷകനാണെന്ന പ്രസംഗം കേട്ടിട്ട് ഈ രക്ഷകനെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ തയ്യാറാകുന്നവരെ മാത്രമേ സ്നാനപ്പെടുത്താൻ പാടുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ അതിനെക്കാട്ട് ക്ലിയർ ആക്കണോ? വേണം തോന്നുന്നില്ല. സ്തോത്രം.
റോമലേഖനം വായിക്കുമ്പോൾ പറയുന്നുണ്ട് അവസാനപ്പെടേണ്ടത് പാപസംബന്ധമായി. എത്രയായിരുന്നു മക്കളെ നമ്മൾ വായിച്ച വാക്യം? റോമൻസ് 6 സംബന്ധമായി മരിച്ചവരായ പാപ സംബന്ധമായി മരിച്ചവരായ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ലിസൺ ചെയ്യണം. പാപ സംബന്ധമായി മരിച്ചവരായ. ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് എങ്ങനെ? You are dead to sin. How can we leave it Okay, that's enough. longer? You are dead to sin. Ephesians 2:1. Ephesians 2:1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ. അതിന്റെ വായിച്ച ഇംഗ്ലീഷ്. As for you, you were dead in your transgressions and sins. Dead in sin. Ephesians says, you are dead in sin. Now, when those who are brought to baptism are not dead in sin, but dead to sin. Dead to sin. Praise the Lord. നേരത്തെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. യേശുക്രിസ്തു മുഖാന്തരം അവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ഉയർപ്പിച്ചു. അത് അറിയുന്നത് കുറച്ചുകൂടെ വിശദമായിട്ട് അറിയണമെങ്കിൽ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കണം. 2 വായിച്ച 2-ഓ 3-ഓ? അതല്ല, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ. He is the living stone. You have come near to that living stone, that is Jesus Christ, and you dead stones are transformed into living stones. So who has to be baptized? Those who have received life from Jesus. Earlier they have lost life because of sin and transgressions, but from there we come into contact with Jesus and we get life, and automatically we become dead to sin. Okay, now the nurses should answer me. നഴ്സുമാർ എന്നോട് മറുപടി പറയണം. കൃത്യ ആൻസർ ആണെങ്കിൽ ഒരു സമ്മാനമുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ഡെത്ത്? മരണം എന്ന് പറഞ്ഞാൽ മരിക്കുക. ദി ആക്ട് ഓഫ് ഡെത്ത്. മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശ്വാസം പോകുന്നതാണെന്നാണ് ആന്റി പറയുന്നത്. സംഗതി ശരിയാണേലും എന്റെ ചോദ്യത്തിന് ഉത്തരവായില്ല. എന്താണ് മരണം? മരിച്ചാൽ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ മിണ്ടരുത്. ജീവൻ നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെടുമ്പോ എന്താ സംഭവിക്കുന്നത്? മരിക്കും. മരിച്ചാൽ ഞാൻ എക്സാമ്പിൾ പറയാം. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് തൊട്ടടുത്ത വീട്ടിലെ അച്ചായനുമായിട്ട് ഭയങ്കര വഴക്കായെന്നിരിക്കട്ടെ. ഭയങ്കര വഴക്ക് മൂത്ത് അപ്പുറത്തെ ഇരിക്കുന്ന അച്ചായനോട് ആദരിക്കുന്ന നിന്നോട് പറഞ്ഞോ, ഇയാള് ഞാൻ ചത്താൽ എന്റെ ശാപം കാണാൻ പോലെ എന്റെ വീട്ടിൽ കയറിയേക്കരുത്. അങ്ങനെ പറഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഈ പുള്ളി, ഏത് പുള്ളി? ഈ പറഞ്ഞ പുള്ളി മരിച്ചു. ആൾക്കാരൊക്കെ കാണാൻ വരാൻ തുടങ്ങി. കൂട്ടത്തിൽ പിണക്കുള്ള അയൽവക്കക്കാരനും വന്നു. ഭാര്യ അടുത്തിരിക്കുക. അയൽവക്കത്തെ പുള്ളി വന്ന് ഇങ്ങനെ നിൽക്കുക, കൈയൊക്കെ കൂപ്പി ഭവ്യതയോടെ. ഭാര്യ തോണ്ടിയ ചച്ചായന്റെ ചെവിയുടെ തോട്ട് കുനിഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ ലാഭം വന്നിട്ടുണ്ട്. അച്ചായൻ എന്ത് ചെയ്യും? നിന്നോടല്ലേടാ പറഞ്ഞേ ഞാൻ ചത്താലിവിടെ കയറും, നിന്നോടാരും ഇവിടെ കയറാൻ അങ്ങനെ പറയും അച്ഛൻ. അതിനാ അപ്പൊ മരിക്കാന്ന് പറഞ്ഞാല മരിക്കാന്ന് പറയുന്നത് കമാൺ പ്രതികരിക്കാൻ പറ്റാതാവുകയാ. So when a person is dead, he is not able to respond to something. Okay? Hallelujah. Amen.
ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? റെസ്പോണ്ട് ചെയ്യാമായിരുന്നു. പക്ഷെ മരിച്ചത് കൊണ്ട് പുള്ളിക്ക് ഈ പിടപ്പോൾ അച്ചായൻ വന്നു നിന്നപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭാര്യ ചെവി പറഞ്ഞത് ശരിയാ, പക്ഷെ അച്ചായനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇനി ഇളയ മോള്, അച്ചായന് ഭയങ്കര ഇഷ്ടമല്ല ലഡു. അപ്പോ ഇളയ മോള് അപ്പച്ചന് സീരിയസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് വരുന്ന വഴിക്ക് ഹാൽഡിറാംസിന്റെ കടയിൽ കയറി നല്ല ലഡുവും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നു. വന്നപ്പോഴത്തേനും അച്ചായൻ ചത്തുപോയി, വെട്ടിക്കാതെ കിടക്കുക. അപ്പോ ബന്ധുക്കളെല്ലാം കൂടെ പറഞ്ഞു, അപ്പച്ചാ കൊച്ചുമോള് വന്നിട്ടുണ്ട്. എവിടെ വന്ന് അപ്പച്ചനെ കൂലിക്ക് വിളിച്ചു ചോദിച്ചു, അപ്പച്ചാ ഞാൻ ലഡു കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പച്ചന് ഇഷ്ടമുള്ള ലഡുവാ കൊണ്ടുവന്നേക്കുന്നത്, ഹാൽഡിറാംസിന്റെ ലഡു അപ്പച്ചാ. അപ്പച്ച വാതറന്ന് വെച്ച്, മോനെ ഒരെണ്ണം ഇങ്ങോട്ട് ഇട്ടോടി എന്ന് പറയണോ? ഇതാ പൊന്നെ മരണം. അപ്പോൾ പല മരണവും കണ്ടിട്ടുണ്ട്, ഈ സൈസ് മരണം കണ്ടിട്ടില്ല അല്ലേ? ഇതിന് മരണം എന്ന് പറഞ്ഞു. അപ്പൊ മരണത്തിന് അനുകൂലമായതിനോടോ പ്രതികൂലമായതിനോടോ മരിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയില്ല. പൗലോസ് ഇവിടെ പറയുന്നു, യു ആർ ഡെഡ് to sin. That means when sin gives temptations, when sin come and induce you to commit some sin, you cannot respond. പാപത്തിന്റെ പ്രേരണകളോട് പ്രതികരിക്കാൻ കഴിയാതായവരാണ് എന്ത് ചെയ്യേണ്ടത്? അങ്ങനെ വന്നിട്ട് സ്നാനപ്പെട്ടവരല്ല ഒന്ന് കൈയുയർത്തിക്കേ. അയ്യോടാ പാസ്റ്ററെ, ഇത് ഒരു തടക്ക് തിരിയല്ല, ഞാൻ നമ്മളെല്ലാരും കൂടെ ഇറങ്ങേണ്ടി വരും. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? ഞാൻ പറയാം, വ്യക്തമായിട്ട് പറയാം. പാപത്തിന്റെ പ്രേരണകളോട് പ്രതികരിക്കുവാൻ കഴിയാതായി തീർന്നിട്ട് സ്നാനപ്പെട്ടവര് എന്ന് വെച്ചാൽ സ്നാനപ്പെട്ടതിന് ശേഷം പാപം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പാപവും എനിക്ക് ചെയ്യാനിടയായിട്ടില്ല. പാപത്തിന്റെ പ്രേരണ വരാറുണ്ട്, പക്ഷെ ഞാൻ ചെയ്യാറില്ല. അങ്ങനെ ആയിട്ടാ ഞാൻ സ്നാനപ്പെട്ട എന്നുള്ള ഒരു കൈയുയർത്താനാ ഞാൻ പറഞ്ഞേ. സ്വർഗത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് മൗനം ഉണ്ടാവുന്നത്. ഹലോ, കുഞ്ഞു കളിയല്ല സ്നാനം, കുഞ്ഞു കളിയല്ല. ഇത് പെന്തിക്കോസിൽ ചേരാനാണ് എളുപ്പം. പക്ഷേ സ്നാനം പെന്തിക്കോസിൽ ചേരാനല്ല, എല്ലാരെയും സ്നാനപ്പെടുത്താൻ പറ്റുകയില്ല. നിന്നെ സ്നാനപ്പെടുത്തണമെങ്കിൽ പാപത്തോട് പ്രതികരിക്കാൻ കഴിയാത്തതുപോലെ നീയാകണം. പാപസംബന്ധമായി മരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് വള്ളി പോയ പ്രശ്നമാണ്. വള്ളി പോയാൽ എന്തോ മരച്ചു എന്നാകും. പാപസംബന്ധമായി മരച്ചാ പോരാ, പാപസംബന്ധമായി മരിക്കണം. പാപസംബന്ധമായി മയങ്ങിയ പോരാ. സുവിശേഷ പ്രസംഗം ഒരു അനസ്തേഷ്യ പോലെ വർക്ക് ചെയ്യുകയല്ല വേണ്ടത്. സുവിശേഷ പ്രസംഗം സൈറൈഡ് പോലെ ആക്കിയണം. പാപത്തോട് പ്രതികരിക്കുന്നതിന്റെ, പാപത്തോട് അനുകൂലമായി പ്രതികരിക്കുന്നതിന്റെ പാപ സ്വഭാവത്തെ ഈ സഡനായി കൊല്ലുന്ന ഒരു സൈറൈഡ് ആയിരിക്കണം സുവിശേഷം. പിന്നെ പാപത്തിന്റെ പ്രേരണകൾ വരുമ്പോൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കുവാൻ കഴിയാത്തതുപോലെ ആകുമ്പോഴാണ് നീ സ്നാനപ്പെടേണ്ടത്. അങ്ങനെ മരിച്ച പഴയ മനുഷ്യനെ ഇതിനകത്തോട്ട് ഇറക്കി മുക്കും. അത് ഇറ്റ് ഈസ് സിംബോളിക് ടു ദി ബറിയൽ ഓഫ് ദി മാൻ ഹു ഈസ് ഡെഡ് ടു സിൻ, dead to sin. And then when he is coming up from the water, it symbolizes a resurrection. And a new man is coming up who is living for righteousness. പാപത്തിനും മരിച്ചവനെ ഇവിടെ കുഴിച്ചിട്ടേച്ച് നീതിക്ക് ജീവിക്കുന്നവൻ എഴുന്നേറ്റ് വരികയാണ്. പിന്നെ അവൻ ചെയ്യുന്നത് പാപമല്ല, നീതിയാണ്.
സ്നാനപ്പെട്ടേച്ച് മെനക്കേട് കാണിച്ച വ്യവഹാരം അറിയുമെന്ന് ഓർത്തോണം. ഈ സ്നാനപ്പെട്ടേച്ച് പാപം ചെയ്താലുള്ള കുഴപ്പമെന്നറിയാമോ? യേശുവിനെ ക്രൂശിച്ചവനൊക്കെ കിട്ടിയ പണി കിട്ടും. അപ്പം ആരാ സ്നാനപ്പെടണ്ടേ? പാപസംബന്ധമായി എങ്ങനെ ക്ലിയർ ആയിട്ട് പറയണം? മരിച്ചവർ, മയങ്ങിയവരല്ല. Are you dead to sin? Are you dead to sin? ആണോ? ഇല്ലേ സ്നാനപ്പെടരുത്. ഇനി നിങ്ങൾ you are going to be in your youth, maybe in your teenage, and there will be lot of chances, you'll be getting lot of friends, and there will be lot of chances to sin. Then you should say, I am dead to sin, and I am living for righteousness. സ്നാനപ്പെട്ട എല്ലാവരും തങ്ങളുടെ തലച്ചോറിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴൊക്കെ പാപം ചെയ്യാനുള്ള പ്രേരണ വരും, അപ്പോഴെല്ലാം ഇങ്ങോട്ടൊരു സിഗ്നൽ കൊടുക്കണം. എടാ, ഞാൻ ചത്തതാ. ഒരുത്തനെ തല്ലാൻ തോന്നുമ്പോ ചത്തതാ സ്വത്രം. ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇല്ലേ പെട്ടുപോയാൽ പിന്നെ രക്ഷപ്പെടാൻ വലിയ പാടാ. ഹല്ലേലൂയ. ദൈവമക്കളെ, കൃപയെ വന്നേച്ച് വീണ് പോയാൽ വലിയ പാടാ രക്ഷപ്പെടാൻ, വലിയ പാടാ. ദൈവത്തിന് സ്വന്തം വില കൊടുത്ത് വാങ്ങണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് കിട്ടിയ രക്ഷ സൗജന്യമാണ്. രക്ഷ സൗജന്യം. പക്ഷെ ലവോദിക്കയിലെ സഭയോട് പറയാ, നിന്നെ നാണം മറയ്ക്കാൻ വസ്ത്രവും കണ്ണ് കാണാൻ ലേവോ എന്നോട് വിലയ്ക്ക് വാങ്ങിക്കണം. ഇച്ചിരി മെനക്കെട്ടെ പിന്നെ നമ്മുടെ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. ചുമ്മാ അങ്ങോട്ട് കഴുകണേ രക്തത്താൽ കുളിപ്പിക്കണമെന്നൊന്നും പറഞ്ഞാൽ തമ്പുരാൻ കുളിപ്പിക്കൊന്നുമില്ല. സ്തോത്രം. അതുകൊണ്ട് സ്നാനപ്പെട്ടവര് യു ബി വെരി കെയർഫുൾ. എനിക്ക് നിങ്ങളോടും, ഞാനിവിടെ വന്നൊരു ഞായറാഴ്ച സഹായത്തിൽ പ്രസംഗിച്ചിട്ട് എല്ലാവർക്കും ഒരു ഇത് കിട്ടിയില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ വരത്തില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന് അങ്ങനെ പോകാൻ പാടില്ലല്ലോ. നിങ്ങൾക്കൂടെ വല്ലതും വേണ്ടേ? ഹല്ലേലൂയ. അതുകൊണ്ട് നല്ലതുപോലെ സൂക്ഷിച്ച് ജീവിച്ചോണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ആരാണ് സ്നാനപ്പെടേണ്ടത്? രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആമേൻ. വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം. എന്ത് വിശ്വസിക്കണം? സുവിശേഷം വിശ്വസിക്കണം. അടുത്തത് പാപസംബന്ധമായി മരിച്ചവർ സ്നാനപ്പെടണം. Those who are dead to sin. And then Acts 2:38. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ആരാ സ്നാനപ്പെടണ്ടേ? മാനസാന്തരപ്പെട്ടവർ. എന്താ മാനസാന്തരം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്തോരന്തരം? എന്താ മാനസാന്തരം? വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ റിപ്പന്റൻസ്? മെറ്റനോയിയ എന്ന ഗ്രീക്ക് പദമാണ് മാനസാന്തരം എന്നുള്ളതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ the Greek word used for repentance is metanoia. Metanoia എന്ന് പറഞ്ഞാൽ taking a U-turn. So when you feel that you are going, somebody is telling that you are going through a wrong route. Somebody come and tell you that this route is wrong. There is a bridge that is broken. If you go through this way, you will fall into the river because the bridge is broken. You are going to destruction. Then you will padi okkodum parnu vandi vittu പോകും. ലാറ്റ്ഫോർഡ് വാരം പൊളിഞ്ഞു പോയി. ഇവിടുന്ന് വിട്ടു പോവുക. 100 കത്തിക്കുന്നേ. ഒരുത്തം പറയാ പോകല്ലേ, സിഗ്നലാ, ലാറ്റ്ഫോർഡ് ബ്രിഡ്ജ് ഈസ് ഫോളൻ, ഡോണ്ട് ഗോ, റോഡ് ഈസ് ക്ലോസ്ഡ്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, വിട്ടടിച്ചു പോവാ. എവിടെ ചെന്ന് വീഴും? പോകെ ഒടുക്കത്തെ പോകായിരിക്കും. Praise the Lord. Praise the Lord. What will you do? Immediately you will take a U-turn and take a different way so that you may be safe. Okay. When you hear the word of God and realize
the way you are going is a way to destruction, you take a U-turn and take a safer route. And the person is telling that here is Jesus. He is the way, He is the truth, and He is the life. Hallelujah. This way directs you, takes you to destruction, falsehood, and death. But here is a new way. That is Jesus. He is the way, the truth, and the life. If you enter through and pass through it, you will be saved from destruction, and you will get the truth, and you will get life in abundance. Praise the Lord. ജീവന്റെ സമൃദ്ധി അനുഭവിക്കാൻ ഇടയാകുന്ന പറയുന്നത് എനിക്കതൊന്നും വേണ്ട, ഞാൻ പോകുന്ന വഴിക്ക് കൊള്ളാന്ന് പറഞ്ഞു പോകുന്നവൻ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. നിന്നോട് യൂട്യൂബ് എടുക്കാനുള്ള മുന്നറിയിപ്പ് കിട്ടുമ്പോൾ, മുന്നിൽ ക്യാമറ ഉണ്ടെന്ന് ഹല്ലേലൂയ സിഗ്നൽ കിട്ടുമ്പോ ആമേൻ ആക്സിലേറ്ററെ കാലം വരുമോ, ബ്രേക്കേ കാലം വരുമോ? സ്പീഡ് ക്യാമറ ഇരിക്കുന്നിടത്ത് 100 പോവുമോ? 40 പോകേണ്ടടുത്ത് പോയാൽ പിന്നെ അധികം കാലം വണ്ടി ഓടിക്കേണ്ടി വരത്തില്ല. ഇത് തന്നെയാ സുവിശേഷം കേൾക്കുമ്പോൾ സംഭവിക്കേണ്ടത്. ഹല്ലേലൂയ. അപകടം മുമ്പിലുണ്ട്, രക്ഷപ്പെടാനുള്ള വഴി യേശു എന്ന് പറയുമ്പോൾ ആ യേശുവിൽ വിശ്വസിച്ച് ജീവിതത്തിന്റെ നാശകരമായ വഴികളെ തള്ളിക്കളഞ്ഞ് ജീവന്റെ പാതയിലേക്കുള്ള മടങ്ങി വരവനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അങ്ങനെ മാനസാന്തരപ്പെട്ടവർ ചെയ്യേണ്ടുന്ന അടുത്ത വഴിയാണ് സ്നാനം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആദ്യം പറഞ്ഞു സ്നാനം ദൈവത്തിന്റെ ആലോചനയാണ്. അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെടാത്ത ഒരാൾ സ്വർഗത്തിൽ പോകുമോ? ഹലോ, കമാൺ, പോവോ? സ്നാനപ്പെട്ടാ പോവോ? ഒരു പടി കയറി സ്നാനപ്പെട്ടോ, ഒരു പടി അടുത്ത സ്വത്രം, അത്രേ ഉള്ളൂ. ഇത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ടിക്കറ്റ് ഒന്നുമല്ല. യെസ്, ഇറ്റ് ഇസ് എ മസ്റ്റ്. ദൈവത്തിന്റെ കൗൺസിൽ, ദൈവത്തിന്റെ ബുദ്ധി ഉപദേശം നിരസിച്ചവൻ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവോ? ചെല്ലത്തില്ല. ഇതൊരു മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, ഏതെങ്കിലും ഒരു സഭയുടെ കണ്ടുപിടുത്തമല്ല. ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. It is God's counsel, and if you are rejecting that counsel, it is impossible for you to reach heaven and have fellowship with Jesus. അങ്ങനെ വിശ്വസിക്കുന്നവർ മൂഢ സ്വർഗത്തിലാണ്. Praise the Lord. Hallelujah. ഈ സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകുമോ? ആ സ്നാനപ്പെട്ടാട്ട കരയ്ക്കോട്ട് കയറിയ ഉടനെ ഒരു അറ്റാക്ക് വന്ന് ചത്തുവാങ്ങി ഉറപ്പായിട്ട് സ്വർഗത്തിൽ പോകും. ജീവനോട് ഇരുന്നാൽ ജീവിച്ചേ പറ്റൂ. സ്വന്തം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്റെ ഈ ഭാഷയൊക്കെ പിടികിട്ടുന്നുണ്ടേ. നോക്കി, സ്നാനപ്പെട്ട് ചോടനെ അറ്റാക്ക് വന്ന് ചത്തുപോയാൽ രക്ഷപ്പെട്ടു, ഉറപ്പാ സ്വർഗത്തിലെത്ത് കാഹളം ധരിക്കുമ്പോ പോകും. പക്ഷെ ഒരു 10 കൊല്ലം ജീവിച്ചിരുന്നാൽ ഇച്ചിരി പാടിപ്പെടണം. You must continue to be dead to sin and living for righteousness. സ്നാനപ്പെട്ട് കഴിഞ്ഞ് നീ ജീവനോടിരിക്കുമ്പോൾ നിരന്തരമായി നിന്നെ ഓർമ്മപ്പെടുത്തണം, ഞാൻ പാപത്തിന് മരിച്ചവനും നീതിക്ക് ജീവിക്കുന്നവനുമാണ്. നിന്റെ ജീവിതം നീതിക്കായിരിക്കണം, നിന്റെ ജീവിതം നീതിയോടെ ആയിരിക്കണം, നിന്റെ ജീവിതം വചനപ്രകാരമായിരിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയുള്ളൂ. വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവാ. ബാക്കി ഭാഗം തൽക്കാലം ഞാൻ വിടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇത്രയൊക്കെ മതിയെന്ന എന്റെ വിശ്വാസം. സ്തോത്രം. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ
നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്നാനത്തിന്റെ ആവശ്യകത എന്താണ്? വാട്ട് ഈസ് ദ നീഡ് ഓഫ് ബാപ്റ്റിസം? 4 കാര്യങ്ങൾ. 1, യേശുവിനോട് ചേരാൻ. എന്തിനാ? പെന്തിക്കോസ് ചേരാനല്ല. സ്നാനപ്പെട്ട് പെന്തിക്കോസ് ചേർന്ന് ആരെങ്കിലും ഉണ്ടെന്ന് കൈവർത്തിക്കേ ഒന്നുകൂടെ സ്നാനപ്പെടുത്താനാ. സ്നാനപ്പെട്ട് പെന്തിക്കോസ് ചേർന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തണം. ഇന്ന് ഒന്നുകൂടെ സ്നാനപ്പെടുത്തും. നിങ്ങളെ യേശുവിനോട് ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഇത് പെന്തിക്കോസ് ചേരാനല്ല, യേശുവിനോട് ചേരുവാനാണ്. അടുത്തത് എന്തിനാണ് സ്നാനപ്പെടുന്നത്? യേശുവിന്റെ മരണത്തിൽ. ആമേൻ. അങ്ങനാണെങ്കിൽ അതിന് സ്നാനപ്പെടുന്ന എന്തിനാ? ചിലര് ചോദിക്കും, കുരിശിലെ കള്ളൻ സ്നാനപ്പെട്ടായിരുന്നോ? സ്നാനപ്പെട്ടോ? കുരിശിലെ കള്ളൻ സ്നാനപ്പെട്ടോ? കേട്ടോ? ഇല്ല. പുള്ളി സ്വർഗത്തിൽ പോമോ? പോകും, ഉറപ്പാ. അപ്പൊ പിന്നെ ഇത്ര നേരം പറഞ്ഞ ഞാൻ പറഞ്ഞത് തെറ്റായില്ലേ? എന്തിനാ സ്നാനപ്പെടുന്നേ? യേശുവിനെ മരണത്തിൽ. You are sharing with the death of Jesus. ഈ കള്ളനെ ഇപ്പുറത്തെ കുരിശിൽ ഉണ്ടായിരുന്നു. കുരിശിന്റെ ചോട്ടിൽ ചെന്ന് കുരിശും മൂട്ടിൽ ചെന്ന പുള്ളിയല്ല പുള്ളി, കുരിശെ കിടന്ന പുള്ളിയാ പുള്ളി. നമ്മൾ പലരും കുരിശും മൂട്ടി വെച്ച് ഇത് വേണ്ടാന്ന് പറയുക. കർത്താവ് പറയുന്നത് അവൻ എന്ത് ചെയ്തു? ഇപ്പുറത്തെ കുരിശ ഇവൻ കിടക്കുക. ലിറ്ററലി യേശുവിന്റെ ക്രൂശീകരണത്തിൽ ഇവൻ എന്ത് ചെയ്യുന്നു? ക്രൂശുമരണത്തിൽ അവൻ ലിറ്ററലി പങ്കാളിയായി. സ്നാനപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അത് ചെയ്താൽ മതി. ഏത്? ക്രൂശി കയറണം, കുരിശി കിടന്ന് മരിക്കണം. പക്ഷെ ഒരു കാര്യം കൂടെ ഉറപ്പുവരുത്തണം, ശരീരത്തിലുള്ള കർത്താവ് അതേ ശരീരത്തിൽ ഇപ്പുറത്തെ കുരിശേ വേണം. പിടികിട്ടിയോ? യേശുവിന്റെ പണ്ട് മരിക്കുന്നതിന് മുമ്പുള്ള റിസറക്റ്റഡ് ബോഡിയിലല്ല, പഴയ ബോഡിയിൽ ഇപ്പുറത്തെ കുരിശയിൽ നിന്റെ ഇപ്പുറത്തുണ്ടെങ്കിൽ അപ്പുറത്തെ കുരിശേ കിടന്ന് നീ ചത്താ മതി, സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പാ. ചാകാതെ വളരെ നേരം പറയണം, നെഞ്ചത്തടിച്ചോണ്ട് പറയണം, എന്നെ കൂടെ ഓർത്തോണേ കൊണ്ടുപോണേ എന്ന് പറഞ്ഞാൽ മതി. ഒരു പ്രശ്നമില്ല. ഇപ്പുറത്ത് യേശു വേണം. ചുമ്മാ ഒരു കുരിശേ കയറിയ അതൊരു കുരിശാവുന്നേ ഉള്ളൂ. രക്ഷപ്പെടുകയല്ല. കർത്താവ് വലിയ കാര്യമൊന്നും പറഞ്ഞില്ല. എന്റെ പൊന്നു, നീ ഇത് വിശ്വസിക്കുന്നുണ്ട്, ഇന്നത്തോടൊന്ന് ഇറങ്ങിയാൽ മതി. അതിലൂടെ I reckon it as you participate in my death. വെള്ളത്തിൽ നീ മുങ്ങുമ്പോൾ നീ എന്റെ മരണത്തോട് പങ്കാളിത്തം വഹിക്കുകയാണെന്ന് ഞാനങ്ങ് കരുതിക്കോളാമെന്നാ കർത്താവ് പറഞ്ഞേ. കർത്താവിന്റെ കൂട്ടം അടികൊള്ളണ്ടാവും. കർത്താവ് എത്ര അടി കൊണ്ടു? 39 കൊണ്ടു. ചാട്ടമുണ്ട്. അത് വേറെ, വടി കൊണ്ട് കൊണ്ടത് വേറെ. നമ്മളാണ് ഒരെണ്ണം കൊള്ളുമ്പോളെ ചാവും. പിന്നെ കുരിശിനെ കാണാൻ പറ്റുമോ? സ്തോത്രം. അപ്പൊ പ്രോസസ് കുറെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ചാവുന്നതിന് മുമ്പേ അടിയൊക്കെ വാങ്ങിക്കണം, തുപ്പല് കൊള്ളണം. പ്രൈസോ ഹാലലുയ. നാട്ടുകാരുടെ ചീത്തവിളി കേൾക്കണം. ടൗണിൽ കൂടെ ചീത്ത വിളിച്ചുകൊണ്ട് കൊണ്ടുപോകണം. അങ്ങനെ കുരിശേ കയറി ചാവാൻ തയ്യാറാണ്. സാധനപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസോ. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. സാധനപ്പെട്ടില്ലെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയാണ് ഈ പറയുന്നത്. കുരിശിന്റെ ചോട്ടിൽ ചെന്നാ പോരാ, യേശുവിന്റെ ക്രൂശിന് ഇപ്പുറത്തെ കുരിശിൽ നീ കൂടെ ലിറ്ററലി കയറാൻ തയ്യാറാണെങ്കിൽ ഈ പറഞ്ഞ ആവശ്യമില്ല. എന്നാൽ കർത്താവ് പറയുന്നു, ആ കുരിശിൽ കിടന്ന് മരിച്ച കള്ളനെ പോലെ എന്റെ കഷ്ടാനുഭവങ്ങളുടെ പങ്കാളിത്തം നീ വഹിക്കുന്നു എന്ന് ഈ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടുമ്പോൾ ഞാനങ്ങ് കണക്കാക്കിക്കോളാം. ആമേൻ. എന്റെ മരണത്തിൽ പങ്കാളിത്തം വഹിക്കലാണ് സ്നാനം എന്ന് പറയുന്നത്. അടുത്ത സംഭവിക്കുന്ന ഒരു കാര്യം അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഐഡന്റിഫൈ ചെയ്യുകയാണ്. യു ആർ ഐഡന്റിഫൈങ് വിത്ത് ജീസസ്. എന്തിനോടൊക്കെയാണ്? ഐഡന്റിഫൈങ് വിത്ത് ദ ഡെത്ത്, ഐഡന്റിഫൈങ് വിത്ത് ദി ബറിയൽ ആൻഡ് ഐഡന്റിഫൈങ് വിത്ത് ദി റിസറക്ഷൻ ഓഫ് Jesus Christ.
ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഗലാത്യലേഖനം 3:27 വാക്യത്തിൽ പറയുന്നു, നമ്മൾ സ്നാനത്തിലൂടെ യേശുവിനെ ധരിക്കുകയാണ്. സ്നാനത്തിലൂടെ യേശുവിനെ ധരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഹല്ലേലൂയ, നമ്മളില്ല, യേശു മാത്രമാണുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളില്ല, നമ്മൾ യേശുവിനെ ധരിക്കുന്നു. പിന്നെ ആളുകൾ നമ്മളെ കാണുന്നില്ല, പിന്നെ ആരെ കാണുന്നു? യേശുവിനെ കാണുന്നു. സ്നാനപ്പെട്ട ഓരോ വ്യക്തികളും ഓർക്കേണ്ട ഒരു കാര്യം, others should see no more us but Christ. സ്നാനം കഴിയുമ്പോൾ പഴയ തോമാച്ചനെയും യോനാച്ചനെയും അവറാച്ചനെയും സൂസമ്മയും മറിയാമ്മയും അല്ല കാണണ്ടേ, ആരെ കാണണം? യേശുവിനെ കാണണം. നമ്മളോട് ഇടപെടുന്നവർ, നമ്മളോട് സംസാരിക്കുന്നവർ, നമ്മളെ കാണുന്നവർ, എല്ലാവരും നമ്മളിലുള്ള യേശുവിനെ കാണണം. അങ്ങനെ ജീവിക്കാൻ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ഇന്ന് പകൽ നമുക്ക് വരാം. കണ്ണുകൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാ ദൈവമക്കളും കണ്ണുകളെ അടച്ചു. Let us close our eyes and meditate upon the word which we have listened to. ദൈവസന്നിധിയിലെ വചനത്തെ നമുക്ക് ഒന്ന് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്നും പാപത്തിൽ മരിച്ച അവസ്ഥയിലാണെങ്കിൽ, if we are even now in a condition that dead in sin, God wants you to be dead to sin and to be identified with His death, burial and resurrection. ഇന്ന് പകൽക്കാലം ഞാനിന്നും പാപത്തിൽ മരിച്ച വ്യക്തിയായിട്ട് ജീവിക്കുന്നു. എനിക്ക് യേശുവിന്റെ അടുക്കൽ യേശു രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ എന്റെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. ആ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ ഇന്ന് പകൽ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് തീരുമാനമുള്ള ആരെങ്കിലും, ഇതുവരെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു നിമിഷം ആ സമർപ്പണമുള്ളവർ കരമൊന്ന് ഉയർത്താമോ? ഞാൻ ഇതുവരെയും യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചിട്ടില്ല. യേശു എന്റെ രക്ഷകനാണെന്ന് എനിക്കിത് മനസ്സിലായി. സ്നാനപ്പെടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. യേശു എന്റെ രക്ഷകനാണെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ആ സുവിശേഷം ഞാൻ കേട്ടു. ആ യേശുവിനെ എന്റെ രക്ഷകനും കർത്താവുമായി ഞാൻ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് തീരുമാനമുള്ളവർ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയാണ്. ഞാൻ ഇതുവരെയും രക്ഷിക്കപ്പെട്ടില്ല, യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചില്ല, മാനസാന്തര അനുഭവത്തിലേക്ക് വന്നില്ല. എന്നാൽ ഇന്ന് പകൽ ആമേൻ, I am changing the way I think. ഇതുവരെയുള്ള എന്റെ ചിന്താഗതി മാറ്റി ഒരു പുതിയ ചിന്താധാരയിലേക്ക് ഞാൻ വരികയാണ്. എന്നെ അതിനായി സമർപ്പിക്കുന്നു എന്ന് തീരുമാനമുള്ളവർ അവരെല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇതുവരെ അങ്ങനെ അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇത് പകല കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ചിലരുടെയൊക്കെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആമേൻ സംസാരിച്ചിട്ടുണ്ട്. ആമേൻ, ഭീകരമായ ഒരു നാൾ വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ആ രാത്രി വരും മുമ്പേ വെളിച്ചത്തിന്റെ നായകനായ യേശുവിലേക്ക് വരാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നാളെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ അവസരം കിട്ടിയില്ലെന്ന് വരാം. ഇന്ന് പകൽ അവസരത്തെ വിനിയോഗിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിനോട് സംസാരിച്ചു. ഞാൻ എന്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു. ലജ്ജിക്കരുത്. കർത്താവിന്റെ വചനം പറയുന്നു, ആരെങ്കിലും മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയാൻ ലജ്ജിച്ചാൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ അവരെ കുറിച്ച് ഏറ്റുപറയാൻ ഞാൻ ലജ്ജിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇത് പകൽ ലജ്ജിക്കാതെ, ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് ഇതിനെ കാണാതെ, നിന്റെ രക്ഷയുടെ കാര്യമായി ഇതിനെ കണ്ട് കരങ്ങൾ ഉയർത്തുവാൻ സമർപ്പിക്കുവാൻ തയ്യാറുണ്ടോ? എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.
പലരോടും ദൈവാത്മാവ് ഇടപെട്ടിട്ടുണ്ട്. സമർപ്പിച്ച പ്രിയപ്പെട്ടവരായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ വേറെ ആരെങ്കിലും സമർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ 1 മിനിറ്റ് കൂടെ, 1 സെക്കൻഡ് കൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. Don't waste time. ഹല്ലേലൂയ. ചിന്തിച്ച് പിശാചിനിടം കൊടുക്കരുത്. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനോട് അനുകൂലമായി പ്രതികരിക്കാൻ ഒരു വലിയ ഗുണം, വലിയ നിത്യത നിങ്ങൾക്ക് അവകാശമായി ലഭിക്കാൻ പോവുകയാണ്. സമർപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. Amen. Hallelujah. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. Hallelujah. ഇതുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ ചാരപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ പലപ്പോഴും പാപത്തിൽ പാപസംബന്ധമായി മരിച്ചില്ലായിരുന്നു, മയങ്ങിയതേ ഉള്ളായിരുന്നു. എന്നാൽ ഇന്നൊരിക്കൽ കാര്യം മനസ്സിലായി, പാപസംബന്ധമായി ഞാൻ മരിക്കേണ്ടതാണ്. ആ ഒരു മരണത്തിന് വേണ്ടി ഇന്നുവരെ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ളവർ ഒരു നിമിഷം കരമുയർത്താമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ സത്യം എനിക്ക് ബോധ്യമായി. ആ സത്യത്തിന് മുമ്പിൽ ഒന്നുകൂടെ സറണ്ടർ ചെയ്യുന്നുള്ളവർ ഒന്നുകൂടെ സമർപ്പിച്ചാട്ടെ. God bless you. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Hallelujah. 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 ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. Hallelujah. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ വർഗീസ് മുമ്പോട്ട് കടന്നു വന്ന് Hallelujah. സമർപ്പിച്ച പുതുതായ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ഇന്ന് പകലി വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച ഈ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പകരുന്നു. ദാസനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഹൃദയങ്ങളോടെ സംസാരിക്കുകയും ചെയ്തതിനായി സ്തുതിക്കുന്നു. ദൈവത്തിനെ കേൾപ്പിയാൽ ഉള്ളത്തിൽ അനുതാപമുണ്ടായി മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന് പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തുതിക്കുകയും ആ മാനസാന്തരം യഥാർത്ഥമായി നിലനിൽപ്പാൻ തക്കോണം ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തീരുമാനത്തിലേക്ക് വന്നെത്തിയ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് തന്നെ ജനത്തെ സ്നേഹിക്കുന്നു. നിത്യതയെ ചേർക്കുവാനുള്ള താല്പര്യമുള്ളതിനായി സ്തോത്രം. അല്ലല്ല, മാനസാന്തരപ്പെടാൻ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ആയതുകൊണ്ട് മാനസാന്തരം ആവശ്യമാണെന്നുള്ളത് യേശുവിന്റെ പ്രസംഗത്തിലും മാനസാന്തരത്തിന്റെ സന്ദേശമാണല്ലോ അങ്ങ് ഈ ലോകത്തിൽ വന്നപ്പോൾ അറിയിച്ചത്. അതുകൊണ്ട് കർത്താവേ, മാനസാന്തരപ്പെടാത്തവരായിട്ടും ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട് എന്ന് വരികയും അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തര അനുഭവമുള്ളവരായിട്ട് നിത്യത നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയുടെ ഓഹരക്കാരായി തീരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ഗുണത്തിന് ബലപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. പ്രാർത്ഥനയോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.